വാർത്തയിലേക്ക് ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിക്കുന്നതെന്ന CMRL കമ്പനിയുടെ വാദം തെറ്റെന്ന് ഇഡി ഹൈക്കോടതിയിൽ 2019 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ അനധികൃത സാമ്പത്തിക ഇടപാട് കണ്ടെത്തിയിരുന്നു. രാഷ്ട്രീയക്കാർ ഉൾപ്പെടെയുള്ളവർക്കാണ് പണം നൽകിയത്. വീണ വിജയന്റെ എക്സാലോജിക്കിന് 1,72,00,000 നൽകിയെന്ന് അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നും ഇഡി അറിയിച്ചു. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാമ, ഇഡി എന്തൊക്കെ കാര്യങ്ങളാണ് CMRL-നെതിരെ കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്? ഇഡിയുടെ വാദങ്ങൾ എന്തൊക്കെയാണ്? വീണ വിജയന്റെ എക്സാലോജിക്കിന് 1,72,00,000 നൽകിയെന്നും അന്വേഷണങ്ങളിൽ കണ്ടെത്തിയിട്ടുണ്ടെന്നുമാണ് ഇഡി അറിയിച്ചിരിക്കുന്നത്. CMRന്റെ വാദം തെറ്റാണെന്നാണ് ഇഡി ഹൈക്കോടതിയിൽ പറഞ്ഞിരിക്കുന്നത്. 2019 പരിശോധനയിൽ അനധികൃത സാമ്പത്തിക ഇടപാട് നടന്നിട്ടുണ്ട്. ശ്യാം ദേവരാജാണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. ശ്യാമ, CMRനെതിരെ ഇഡിയുടെ വാദങ്ങൾ എന്തൊക്കെയാണ്? ആര്യ, എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് നൽകിയ സമൻസ് ചോദ്യം ചെയ്തിട്ടുള്ള CMRLന്റെ ഹർജിയാണ് ഹൈക്കോടതിയുടെ പരിഗണനയിലുള്ളത്. ഇതിലാണ് CMRLന്റെ ഹർജിക്കെതിരെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയിൽ സത്യവാങ്മൂലം നൽകിയത്. ഈ സത്യവാങ്മൂലത്തിൽ CMRLനെതിരെ ED പറയുന്ന കാര്യങ്ങൾ ഇവയാണ്. ചട്ടങ്ങൾ പാലിച്ചാണ് പ്രവർത്തിച്ചിരുന്നത് എന്ന CMRLന്റെ വാദം തന്നെ തെറ്റാണ് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ സത്യവാങ്മൂലത്തിൽ പ്രധാനമായും പറയുന്നത്. 2019 ആദായ നികുതി വകുപ്പിന്റെ പരിശോധനയിൽ 133.82 കോടി രൂപയുടെ അനധികൃത ഇടപാടുകൾ കണ്ടെത്തിയിരുന്നു. ഇതിന്റെ രേഖകളടക്കം ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. പാരിസ്ഥിതിക വെല്ലുവിളികൾ ഉൾപ്പെടെ നേരിടുന്നതിനാൽ സുഗമമായ പ്രവർത്തനത്തിനാണ് പണമിടപാടുകൾ നടത്തിയത്. ഇന്ത്യക്കാരടക്കമുള്ളവർക്കാണ് ഇത്തരത്തിൽ പണം നൽകിയതെന്നുമാണ് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കണ്ടെത്തൽ. ഇക്കാര്യം കമ്പനി അധികൃതർ ആദായ നികുതി വകുപ്പിന് മുന്നിൽ സമ്മതിച്ചിട്ടുണ്ട് എന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സത്യവാങ്മൂലത്തിൽ പറയുന്നുണ്ട്. ഒപ്പം വീണ വിജയന്റെ എക്സാലോജിക്കിന് 1.72 കോടി രൂപയാണ് നൽകിയത്. ഇതാണ് മാസപ്പടി വിവാദം എന്ന കേസിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആക്ഷേപവും. ഈ കേസ് ഇത്രയും കോടി രൂപ 1,72,00,000 രൂപ നൽകിയതും വിവിധ അന്വേഷണങ്ങളിൽ വെളിപ്പെട്ടിരുന്നു എന്നുമാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത്.